ones. ഈ സെഷനിൽ KTU 2019 സ്കീം പ്രകാരമുള്ള സിവിൽ എഞ്ചിനീയറിംഗിലെ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ യൂണിവേഴ്സിറ്റി എക്സാം പേപ്പർ സൊല്യൂഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മൊഡ്യൂൾ 5ലെ ക്വസ്റ്റിൻ്റെ സൊല്യൂഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മൊഡ്യൂൾ 1, 2, 3, 4 എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ യൂട്യൂബിൽ ലിങ്ക് അവൈലബിൾ ആണ്. ഓക്കെ, ആ വീഡിയോസ് കാണുക. എന്നിട്ട് മൊഡ്യൂൾ 5ലേക്ക് വരിക. നമുക്കറിയാം ഒരു മൊഡ്യൂളിൽ നിന്ന് 3 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ആൻഡ് 14 മാർക്കിൻ്റെ ഒരു എസ്സേയും. ഓക്കെ, മോസ്റ്റ്ലി തിയററ്റിക്കൽ പോർഷനാണ് ഈ മൊഡ്യൂൾ 5 എന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അല്ലെ, എയർപോർട്ട് എഞ്ചിനീയറിംഗ് ആണ് മോസ്റ്റ്ലി. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. പാർട്ട് എ, ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 9. കമ്പയർ റൺവേ ആൻഡ് ടാക്സിവേ എന്നാണ് 3 മാർക്കിന് ആദ്യത്തെ ക്വസ്റ്റ്യൻ. പിന്നെ എന്താണ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡർ ഇൻ ദ ഡിസൈൻ ഓഫ് ആപ്രോൺ ആൻഡ് ഹാങ്കർ ആണ്. ഓക്കെ അല്ലേ, എല്ലാം നമുക്കറിയാം. എല്ലാം എയർപോർട്ടിൻ്റെ കമ്പോണൻസ് ആണ്. റൺവേ, ടാക്സിവേ, ആപ്രോൺ, ഹാങ്കർ എന്നെല്ലാം നമുക്കറിയാവുന്നതാണ് അല്ലേ. സോ നമുക്ക് നോക്കാം കമ്പയറിംഗ് റൺവേ ആൻഡ് ടാക്സിവേ അല്ലേ. യെസ്, എന്താണ് റഫ്ലി പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻ വന്ന് എയർക്രാഫ്റ്റ് വന്ന് ലാൻഡ് ചെയ്യുന്നത്, ടേക്ക് ഓഫ് ചെയ്യുന്നത് ഏതാണ്? റൺവേ ആണ്. ഈ റൺവേന്ന് നമുക്ക് ടെർമിനലിലേക്ക് കളക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹാങ്ങറിലേക്ക് കളക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആപ്രോണിലേക്ക് കണക്ട് ചെയ്യുന്ന മറ്റു പേയ്മെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടാക്സിവേ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. സോ നമുക്ക് നോക്കാം. റൺവേ ഇസ് എ പേവ്ഡ് അല്ലേ. ഫിഗർ വേണമെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാൻ നോക്കിയേ. വി ആർ ഹാവിംഗ് എ ഫിഗർ. യെസ് 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 നോക്കിയേ. എന്താണ് റൺവേ എന്ന് പറഞ്ഞാൽ? റൺവേ ഇസ് എ പേവ്ഡ് ലാൻഡ് സ്ട്രിപ്പ് ഓൺ വിച്ച് ലാൻഡിംഗ് ആൻഡ് ടേക്ക് ഓഫ് ഓപ്പറേഷൻ ഓഫ് എയർക്രാഫ്റ്റ് ടേക്ക് പ്ലേസ്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ദാറ്റ് ഇസ് എ ഡിഫറൻസ്. ടാക്സിവേ എന്താണ്? ഇസ് എ പാത്ത് വിച്ച് കണക്ട് ഈച്ച് എൻഡ് ഓഫ് ദ റൺവേ വിത്ത് ടെർമിനൽ ഏരിയ, ആപ്രോൺ ആൻഡ് ഹാങ്ങർ ആണ് അല്ലെ. ആപ്രോൺ എന്ന് വെച്ചാൽ എന്താണ്? യെസ്, പ്ലെയിനുകൾ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ആപ്രോൺ എന്ന് വെച്ചാൽ. ഹാങ്ങർ എന്ന് വെച്ചാൽ എയർക്രാഫ്റ്റിനെ സർവീസ് ചെയ്യുന്ന സ്ഥലമാണ്. ടെർമിനൽ ഏരിയ എന്ന് വെച്ചാൽ ആളുകൾ ഇറങ്ങുന്നതും ഗുഡ്സ് ആൻഡ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ടെർമിനൽ ഏരിയ ആണ്. റൺവേയിൽ ഫർദർ വായിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആൻ ലെവൽഡ് പൊസിഷൻ ഓഫ് bitumen or concrete without any obstruction. Special marking are made on the runway to differ it from the normal roadways അല്ലെ. and markings are usually white ആണ്. After sunset specially provided lightings are helped aircraft for safe landing അല്ലെ. സോ റൺവേയിലെ ലൈറ്റ് മാർക്കിംഗ് നമുക്ക് പഠിക്കാനുണ്ട്. ദ ഡയറക്ഷൻ ഓഫ് റൺവേ ഷുഡ് ബി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഡോമിനേറ്റിംഗ് വിൻഡ് ആണ്. ഏറ്റവും വലിയ പോയിന്റ് ആണ് അത്. നമ്പർ ഓഫ് റൺവേസ് ഓൺ എയർപോർട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ട്രാഫിക് ഓൺ ദാറ്റ് പർട്ടിക്കുലർ എയർപോർട്ട് ആണ്. width of the runway depends on the maximum size of the aircraft that is going to utilize the runway ആണ്. Length of the runway is decided at different consideration like elevation, temperature and take off and gradient ആണ് അല്ലെ. നമുക്ക് ഡിസൈൻ ചെയ്യാണ്ട് റൺവേനെ ഈ പോയിന്റുകളാണ് നമ്മൾ റൺവേ ചെയ്തിട്ടുണ്ട്. അത് ടാക്സിവേയിലേക്ക് വരുമ്പോൾ വലിയ വ്യത്യാസം എന്താണ്? ടാക്സിവേ എന്ന് പറഞ്ഞാൽ റൺവേയിൽ നിന്നും ഈ ടെർമിനൽ ഏരിയയിലേക്ക്, ആപ്രോണിലേക്ക്, ഹാങ്ങറിലേക്ക് കണക്ട് ചെയ്യുന്ന പാത്വേ ആണ്. These are laid with asphalt or concrete like runways. In modern airports, taxiways are laid at an angle of 30 degrees to the runway so that the aircraft can use it to change from one runway to another. അങ്ങനെയും അതിനു വേണ്ടി യൂസ് ചെയ്യാം. ഒരു റൺവേന്ന് അടുത്ത റൺവേയിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പാത്വേ എന്ന് തന്നെയാണ് ടാക്സിവേ എന്നാണ്. ടേണിംഗ് റേഡിയസ് ഓഫ് ടാക്സിവേ ആൻഡ് റൺവേ മീറ്റ്സ് ഷുഡ് ബി മോർ ദാൻ 1.5 ടൈംസ് ദ വിഡ്ത്ത് ഓഫ് ദ ടാക്സിവേ ആണ്. ഓക്കെ അല്ലേ. ടേണിംഗ് റേഡിയസ് ആണ് നമുക്ക് ഡിസൈൻ ഓഫ് എ ടാക്സിവേയിൽ നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ. ടാക്സിവേന്റെ ഡിസൈൻ പഠിക്കുമ്പോഴും റൺവേയുടെ ഡിസൈൻ നമ്മൾ പഠിക്കുമ്പോഴും ടാക്സിവേന്റെ ഡിസൈനിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന റേഡിയസ് ഓഫ് ദ ടാക്സിവേ ആണ്. റൺവേ ഡിസൈനിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ്? നമുക്ക് പഠിക്കാനുള്ള സിലബസിൽ പഠിക്കാനുള്ള എന്താണ്? ലെങ്ത് ഓഫ് ദ റൺവേ ആണ്. ക്ലിയർ അല്ലേ. സോ ദീസ് ആർ ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ടാക്സിവേ ആൻഡ് റൺവേ. ആൻഡ് ടാക്സിവേന്റെ ലെങ്ത് നമ്മൾ അധികം പറയാറുണ്ട് അല്ലെ. ക്ലാസിഫിക്കേഷൻ ഒക്കെ വരുന്നത് ബേസ്ഡ് ഓൺ ദീസ് ആണ്. ലെങ്ത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ റൺവേ ആൻഡ് ദ ആപ്രോൺ ആണ്. ലോങ് ടാക്സിവേ കോസസ് വേസ്റ്റേജ് ഓഫ് ഫ്യൂവൽ. സ്മോൾ ടാക്സിവേ കോസസ് ഇന്റർഫിയർ വിത്ത് ദ എയർക്രാഫ്റ്റ് ഇൻ ദ റൺവേ ആണ്. ഗ്രേഡിന് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? ടൈപ്പ് എയിൽ, ബിയിൽ, സിയിൽ, ഡിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഗ്രേഡിന്റെ 1.5 to 3% ആണ്. ഓക്കെ അല്ലേ. ദെൻ ABC എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ ഓഫ് എയർപോർട്ട് വരുന്നത് ബേസ്ഡ് ഓൺ ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ ആണ്. ICAOയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ്. അഡീഷണൽ ഇൻഫോർമേഷൻ ആണ് നമ്മൾ തന്നിരിക്കുന്നത്. ഇതെല്ലാം അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ. എന്താണ് ബേസിക് റൺവേ ലെങ്ത്? എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ 2100 മീറ്റർ ഉണ്ടാവും മാക്സിമം ലെങ്ത്. മിനിമം ലെങ്ത് എത്ര വേണം? 2100 വേണം. ആൻഡ് ഓൾസോ വിഡ്ത്ത് ഓഫ് ദ റൺവേ പേയ്മെന്റ് 45 മീറ്റർ ആണ്. മാക്സിമം ഗ്രേഡിന് 1.5 ആണ്. അതായത് ഏറ്റവും ക്വാളിറ്റി കൂടിയ സാധനമാണ് ഇത് എ എന്ന് പറയുന്നത് അല്ലേ. പിന്നെ BCD ലെങ്ത് കുറഞ്ഞു വരും, ഗ്രേഡിന് കൂടി വരും അല്ലേ. നോക്കിയേ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഗ്രേഡിനും ടേബിൾ പ്രൊവൈഡഡ് ഉണ്ട്. സേഫ്റ്റി ഏരിയ ഇതൊക്കെ ജസ്റ്റ് അറിഞ്ഞിരിക്കുക, നമുക്ക് ആഡ് ചെയ്യേണ്ട പോയിന്റ് അല്ല. ദെൻ സൈഡ് ഡിസ്റ്റൻസ്, ട്രാൻസ്വേഴ്സ് ഗ്രേഡിയൻ ടു ബി പ്രൊവൈഡഡ് ആണ്. സോ അതാണ് നമ്മുടെ ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ റൺവേ ആൻഡ് ടാക്സിവേ. ഓക്കെ അല്ലേ, അത് നമ്മൾ പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? യെസ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആപ്രോൺ അല്ലേ. ക്വസ്റ്റ്യൻ എന്താണ് നമുക്ക് നോക്കാം. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡർഡ് ഇൻ ദ ഡിസൈൻ ഓഫ് ആപ്രോൺ ആൻഡ് ഹാങ്ങർ ആണ്. അതാണ് 3 മാർക്കിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. 3 മാർക്കിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്.
സോ നോക്കിയേ എന്താ ക്വസ്റ്റ്യൻ പറയുന്നത് ആപ്രോൺ എന്ന് പറഞ്ഞാൽ നോക്കിയേ പ്ലെയിൻ വന്ന് പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളാണ് അല്ലേ അതാണ് ആപ്രോൺ എന്ന് പറഞ്ഞാൽ ഫിഗർ നിങ്ങൾക്ക് ക്ലിയർ ആണ് ആപ്രോൺ ഈസ് എ പ്ലേസ് യൂസ്ഡ് ആസ് എ പാർക്കിംഗ് പ്ലേസ് ഓഫ് എയർക്രാഫ്റ്റ് ആൻഡ് ഫോർ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ഓഫ് എയർക്രാഫ്റ്റ് ആണ് ആപ്രോൺ ഈസ് ജനറലി പേവ്ഡ് ആൻഡ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ടെർമിനൽ ബിൽഡിംഗ് അഡ്ജസന്റ് ടു ദ ഹാങ്ങർ ആണ് ഹാങ്ങർ എന്ന് പറഞ്ഞാൽ എന്താണോ എയർക്രാഫ്റ്റിന്റെ സർവീസ് നടക്കുന്ന സ്ഥലമാണ് The size of the area to be allowed for apron and design of apron is generally governed by the number of aircraft expected in the airport. That is main designing factors that is required in a apron. Apron design is based on the number of the aircraft that has to be parked on. That is main designing factor. Proper day-night facility should be provided with suitable slope of the payment. Sufficient clearance must be provided for aircraft to bypass each other. So, one aircraft in the size. Aircraft in the number of aircraft coming, or aircraft in the size, clearance distance to be provided between individual aircraft. Okay, 3 points number of aircraft, clearance distance between aircraft, clearance distance between aircraft, and third point size of the aircraft. Size of aircraft. These 3 factors are designing of the apron. Okay, clearance distance is an important factor. That is the number of aircraft that is coming to be parked on. Apron, type of apron further available. This is exam point. You point. Additional information. We have 3 marks in this point. That is list. 1, 2, 3 point list. Okay. Then type of apron ആണ് loading apron ഉണ്ട് holding apron ഉണ്ട് loading unloading means സാധനങ്ങൾ ഇറക്കി വെക്കാനും holding means നമുക്ക് എത്രയാണ് ഇത്ര നേരം നിർത്തുന്നത് hanger എന്ന് പറയുന്നതാണ് സർവീസ് സ്റ്റേഷൻ ആണ് hanger is a place where repairing and servicing of aircraft is done taxiway connect to the hanger with a runway so when a repair needed for an aircraft it can be moved to hanger easily തീർച്ചയായിട്ടും നമ്മുടെ റൺവേയിൽ നിന്നും taxiway ആണ് കണക്ട് ചെയ്യപ്പെടുന്നത് എവിടേക്കൊക്കെ apronലേക്ക് ഈ പറയുന്ന ഹാങ്ങറിലേക്ക് then terminal പോയിന്റിലേക്ക് It is constructed in the form of a large shed using steel structures and frames. Large area should be provided for comfortable movement of the aircraft. So, comfortable movement of the aircraft that the turning radius of the turning radius of the aircraft. Turning radius of aircraft the main designing criteria for hanger. And the turning radius turning radius is നമുക്ക് സ്മൂത്ത് ആയിട്ട് എയർക്രാഫ്റ്റിന് നമുക്ക് എന്ത് ചെയ്യണം ആ ഒരു ഏരിയയിൽ നമുക്ക് ടേൺ ചെയ്യാൻ പറ്റണം അതിന്റെ മൂവ്മെന്റ് പോസിബിൾ ആയിരിക്കണം ഹെവിയസ്റ്റ് എയർക്രാഫ്റ്റിന്റെ സോ ടേണിംഗ് റേഡിയസ് ആണ് ഹാങ്ങറിൽ നമുക്ക് ഡിസൈൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഹാങ്ങർ എന്ന് പറയുന്ന ആ ഒരു സ്പേസിന്റെ ഡിസൈനിങ് ഈസ് ബേസ്ഡ് ഓൺ ദ ടേണിംഗ് റേഡിയസ് ഓഫ് ദ എയർക്രാഫ്റ്റ് ആണ് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ സൈസ് ഓഫ് ദ എയർക്രാഫ്റ്റ് ഓട്ടോ അല്ലെ അതും വേണമെങ്കിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം സൈസ് ദാറ്റ് ഇൻക്ലൂഡ്സ് അല്ലെ എന്താണ് വിഡ്ത്ത് ഓഫ് ദ അല്ലെങ്കിൽ എന്താണ് വിങ് സ്പാൻ സൈസ് എന്ന് പറയുമ്പോൾ വിങ് സ്പാൻ ഇൻക്ലൂഡഡ് ആണ് അതേപോലെ തന്നെ യെസ് ലെങ്ത് ഓഫ് ദ എയർക്രാഫ്റ്റ് അല്ലെ Yes, this all depend you. These are the factors deciding hanger. Okay, so that's our part A le 2 questions 3 mark inde ennu parayunnathu. Clear alle? So let's move to the part B. Module 5 le part B le questions nokam. Adayathu 19 question undavum 20th question undavum. 19th essay ki 2 choice undu 20 unnundi 2 part undu. ഒന്നെങ്കിൽ നിങ്ങൾ 19 ചെയ്യുക അല്ലെങ്കിൽ 20th question ചെയ്യുക നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ എന്ന് നോക്കിയിട്ട് നമ്മൾ രണ്ടും ഡിസ്കസ് ചെയ്യും നോക്കിയേ 19th question നോക്കിയേ what is meant by runway orientation എന്താണ് ചോദ്യം explain any one method of orientation of runway നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് runway is always oriented along the dominating wind ആണ് കാരണം wind direction എന്ത് ചെയ്യുന്നുണ്ട് ടേക്ക് ഓഫ് ഓപ്പറേഷനും ലാൻഡിംഗ് ഓപ്പറേഷനും എളുപ്പമാക്കുന്നുണ്ട് അല്ലെ കൂടുതൽ ഫ്യൂൽ എക്കണോമി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലാൻഡിങ്ങും ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റും ക്ലിയർ അല്ലേ സോ അതിന്റെ ഒരു ഏരിയയിലെ ആ പർട്ടിക്കുലർ എയർപോർട്ടിലെ ഡോമിനേറ്റിംഗ് വിൻഡ് എങ്ങോട്ടാണോ അതിന്റെ എലോങ് ആണ് എന്തുണ്ടാവുക നമ്മുടെ ഓറിയന്റേഷൻ ഉണ്ടാവുക സോ നമുക്ക് ഫസ്റ്റ് പാർട്ട് നോക്കാം സോ 19th ക്വസ്റ്റ്യന്റെ എ പാർട്ട് ആണ് ആൻസർ പറയുന്നത് നോക്കിയേ റൺവേ ഓറിയന്റേഷൻ ദ ഡയറക്ഷൻ ഓഫ് റൺവേ along its length and its positioning with respect to the direction of wind ആണ് of the prevailing wind at the site ആണ് direction of runway is always along the direction of a prevailing wind ആണ് depends on the wind direction and extent of area available for the area of development ആണ് തീർച്ചയായിട്ടും അവിടുത്തെ wind directionയും അവിടെ എത്രത്തോളം ഏരിയ അവൈലബിൾ ആണ് ഓക്കേ അല്ലേ എന്നതിനെ ഡിപെൻഡ് ചെയ്യും arrangement of runway and taxiway should be comply with the following conditions ആണ് സോ ഈ കണ്ടീഷൻ ജസ്റ്റ് ഒന്ന് വായിക്കുക
ഓക്കെ, തിയറട്ടിക്കൽ പോയിന്റ് ആണ്. നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന പോയിന്റുകൾ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് പറ്റും. ഇതിനെ എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യുക, ആഡ് ചെയ്യുക. ടു കോസ്റ്റ് ലീസ്റ്റ് ഇന്റർഫിയറൻസ് ഇൻ ലാൻഡിംഗ്, ടാക്സിയിങ് ആൻഡ് ടേക്ക് ഓഫ് ഓപ്പറേഷൻ ടു അവോയ്ഡ് ഡിലേ. അത്തരത്തിലായിരിക്കണം റൺവേയുടെ ഓറിയന്റേഷൻ. ടു റെഡ്യൂസ് ടാക്സി ഡിസ്റ്റൻസ് പോസിബിൾ ഫ്രം ദ ടെർമിനൽ ഏരിയാസ് അറ്റ് ദ എൻഡ് ഓഫ് ദ റൺവേ. റൺവേയിൽ നിന്നും തൊട്ടടുത്തായിരിക്കണം നമ്മുടെ ഈ ടെർമിനൽ പോയിന്റ്സ് അല്ലെ, അത്തരത്തിലായിരിക്കണം. എന്ന് വെച്ചാൽ ടെർമിനൽ ഇവിടെയാണ്, റൺവേ അപ്പുറത്തായി കഴിഞ്ഞാൽ നമ്മൾ കുറേ ടാക്സി വേ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും, അത് അൺഎക്കണോമിക്കലാണ്. സോ എന്തായിരിക്കണം, ഒരു പ്ലേസിലെ ഒരു എയർപോർട്ടിലെ ഡോമിനേറ്റിംഗ് വിൻഡിന്റെ എലോങ് ആയിരിക്കണം. അത് ആസ് ഫാർ ആസ് പോസിബിൾ നമ്മൾ എന്തായിരിക്കണം, നമ്മുടെ ടെർമിനൽ അടുത്തായിരിക്കണം നമ്മുടെ റൺവേ എന്ന് പറയുന്നത്. ഓക്കെ, ടു മേക്ക് പ്രൊവിഷൻ ഫോർ ആഡിക്വേറ്റ് ടാക്സി വേ, തീർച്ചയായിട്ടും. ആൻഡ് ടു പ്രൊവൈഡ് ആഡിക്വേറ്റ് സെപ്പറേഷൻ ഇൻ ദ എയർ ട്രാഫിക് പാറ്റേൺ ആണ് അല്ലെ. നമുക്ക് അടുപ്പിച്ച് റൺവേ ഉണ്ടെങ്കിൽ അതിൽ വരാൻ പോകുന്ന എയർക്രാഫ്റ്റിന്റെ സൈസും കൂടി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വേണം റൺവേനെ ഓറിയന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലിയർ അല്ലേ? ദെൻ ഡാറ്റ റിക്വയർഡ് ഫോർ ഓറിയന്റേഷൻ ഏതൊക്കെയാണ്? അവിടുത്തെ ഏരിയ, അവിടുത്തെ വിൻഡ് ഡയറക്ഷൻ, ഇതാണ് മെയിൻ ഡാറ്റ വേണ്ടത്. ഓക്കെ, മാപ്സ് ഓഫ് ദ ഏരിയ ആൻഡ് കോണ്ടൂർ ആണ്. ടു എക്സാമിൻ ദ ഫ്ലാറ്റ്നസ് ഓഫ് ദ ഏരിയ ആൻഡ് പോസിബിൾ ചേഞ്ചസ് ഇൻ ദ ലോഞ്ചിറ്റ്യൂണൽ പ്രൊഫൈൽ സോ ആസ് ടു കീപ് ദം വിത്തിൻ ദ പെർമിസിബിൾ ലിമിറ്റ്സ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റ എന്താ വേണ്ടത്? അവിടുത്തെ വിൻഡ് ഡയറക്ഷൻ എങ്ങനെയാണ്, ഡ്യൂറേഷൻ എങ്ങനെയാണ്, ഇന്റൻസിറ്റി എത്രയാണ്. ദാറ്റ് ഈസ് വിൻഡ് ഡാറ്റ വിച്ച് ഇൻക്ലൂഡ്സ് ഡയറക്ഷൻ, ഡ്യൂറേഷൻ ആൻഡ് ഇന്റൻസിറ്റി ഓഫ് ദ വിൻഡ്, prevailing wind in that vicinity of the airport for development of the Windrows diagram ആണ്. ഈ Windrows diagram എന്ന് പറയുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഡയലോഗിൽ ഇൻക്ലൂഡ് ചെയ്യണം. Windrows diagram is a diagram which gives the direction, duration and intensity of the data of the wind ആണ്. And also the four characteristics at that place. Okay അല്ലേ, വിസിബിലിറ്റിക്ക് വേണ്ടിയാണ്. ഇത് ജസ്റ്റ് അഡീഷണലി പറയുന്ന പോയിന്റുകളാണ്, അവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. നിങ്ങൾ നോക്കിയേ, എയർക്രാഫ്റ്റ് ഈസ് മൂവിംഗ് ഇൻ ദിസ് ഡയറക്ഷൻ ആൻഡ് ഹെഡ് വിൻഡ്, ഇതാണ് ഹെഡ് വിൻഡ് ഡയറക്ഷൻ. അതേപോലെ തന്നെ എയർക്രാഫ്റ്റ് ഈസ് മൂവിംഗ് ഇൻ ഡയറക്ഷൻ ആൻഡ് പ്രിവെയിലിംഗ് വിൻഡ് ഇങ്ങോട്ടാണെങ്കിൽ ദാറ്റ് ഈസ് ടെയിൽ വിൻഡ് എന്നാണ് പറയുക. വിൻഡ് ഫ്രം ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതാണ് ഹെഡ് വിൻഡ് എന്ന് പറയുന്നത്. ഓഫ് ദ ഹെഡ് ഓഫ് ദ എയർക്രാഫ്റ്റ് ഡ്യൂറിംഗ് ദ ലാൻഡിംഗ് ഓർ ടേക്ക് ഓഫ് ആൻഡ് റൺവേ അലോങ് ദ ഹെഡ് വിൻഡ് ഗ്രാൻഡ് ഫോർ ദ ഫോളോയിങ്. എന്തൊക്കെയാണ് അത് അഡ്വാൻറ്റേജ് കൊടുക്കുന്നത്? പ്രൊവൈഡ് ബ്രേക്കിംഗ് എഫക്ട് ഡ്യൂറിംഗ് ദ ലാൻഡിംഗ് അല്ലെ, ലാൻഡിങ്ങിന്റെ സമയത്ത് ഹെൽപ്ഫുൾ ആണ് ഈ ഹെഡ് വിൻഡ്. ബിക്കോസ് നമുക്ക് അത്രയും റെസിസ്റ്റൻസ് ഉണ്ടാവും അല്ലെ, ഇങ്ങോട്ടാണ് എയർക്രാഫ്റ്റ് വരുന്നത്, ഇങ്ങോട്ടാണ് വിൻഡ് ആക്ട് ചെയ്യുന്നത്. സോ ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ സ്ലോയിങ് ദ സ്പീഡ് ആണ്. ഓൾസോ പ്രൊവൈഡ് അപ്ലിഫ്റ്റ് ഓൺ ദ വിൻഡ് ഡ്യൂറിംഗ് ടേക്ക് ഓഫ് ആണ്. ആൻഡ് ഡ്യൂറിംഗ് ടേക്ക് ഓഫ് ആണെങ്കിലോ അത് നമുക്ക് അപ്ലിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യും അല്ലേ. സോ അതും ഹെൽപ്ഫുൾ ആണ്. ഏത്? ഹെഡ് വിൻഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ടെയിൽ വിൻഡ് എന്താണോ? വിൻഡ് ബ്ലോയിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ. ഫിഗറിന് ക്ലിയർ ആണ്, നോക്കിയേ. എയർക്രാഫ്റ്റ് ഈസ് മൂവിംഗ് ഇൻ ദിസ് ഡയറക്ഷൻ, വിൻഡ് ഈസ് ബ്ലോയിങ് ഇൻ ദിസ് ഡയറക്ഷൻ. ഇറ്റ് പ്രൊവൈഡ്സ് പുഷ് ഫ്രം ദ ബാക്ക്, ദസ് ഇൻക്രീസ് ഇൻ ദ സ്റ്റോപ്പ് ഡിസ്റ്റൻസ് ഓർ ലിഫ്റ്റ് ഡിസ്റ്റൻസ്. ക്ലിയർ അല്ലേ? അതും ഹെൽപ്ഫുൾ ആണ്. ആൻഡ് ക്രോസ് വിൻഡ് കമ്പോണന്റ് ഉണ്ടാവാനേ പാടില്ല. നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ റൺവേയുടെ ഓറിയന്റേഷൻ ശ്രദ്ധിക്കുമ്പോൾ ക്രോസ് വിൻഡ് കമ്പോണന്റിനെ കുറിച്ച് നമ്മൾ അറിയണം. സോ ഈ ഒരു പോയിന്റ് മെൻഷൻ ചെയ്യണം. ഓക്കെ, ക്രോസ് വിൻഡ് കമ്പോണന്റ് എന്താണോ? നിങ്ങൾ എയർക്രാഫ്റ്റ് മൂവ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, അതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ഏതെങ്കിലും വിൻഡ് കമ്പോണന്റ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനും അത് ബുദ്ധിമുട്ടാകും, അത് എഫിഷ്യൻസി കുറയ്ക്കും. കമ്പോണന്റ്സ് ഓഫ് ഇൻക്ലൈൻഡ് വിൻഡ് വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ദ റൺവേ ആണ് അല്ലെ. ഒരു ഇൻക്ലൈൻഡ് വിൻഡ് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. സോ ലെറ്റ്സ് സേ ഇതാണ് നമ്മുടെ റൺവേ ഓറിയന്റേഷൻ നമ്മൾ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് അല്ലെ, മനസ്സിലാക്കുക. ആൻഡ് ദർ ഈസ് എൻ ഇൻക്ലൈൻഡ് കമ്പോണന്റ് ഓഫ് ദ വിൻഡ് ദാറ്റ്സ് മേക്കിംഗ് an angle of theta ആണ് along the direction. സോ ഇതിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് ഇതായിരിക്കില്ലേ, ദാറ്റ് ഈസ് v ആണ് വിൻഡിന്റെ വെലോസിറ്റി, തീറ്റ ഇസ് ദ ആംഗിൾ. ഈ പറയുന്ന v sin theta കമ്പോണന്റ് വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ദ എയർക്രാഫ്റ്റ് ലാൻഡിംഗ് ആൻഡ് ടേക്ക് ഓഫ് ആണ്. അത് നമ്മളെ ലാൻഡിംഗ് ആൻഡ് ടേക്ക് ഓഫ് ഓപ്പറേഷനെ ബുദ്ധിമുട്ടുണ്ടാക്കും. അതിനാണ് നമ്മൾ ക്രോസ് വിൻഡ് കമ്പോണന്റ് എന്ന് പറയുന്നത്. ആൻഡ് നോക്കിയാൽ ഇറ്റ് ഷുഡ് നോട്ട് എക്സീഡ് 25 km/h ഫോർ ലൈറ്റ് ആൻഡ് മീഡിയം വെയിറ്റ് ഓഫ് ദ എയർക്രാഫ്റ്റ്. സോ ക്രോസ് വിൻഡ് എന്ന് പറയുന്ന ഒരു പോയിന്റും കൂടി റൺവേ ഓറിയന്റേഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? റൺവേ ഓറിയന്റേഷൻ ഈസ് ഓൾവേസ് മെയ്ഡ് ഇൻ ദ ഡോമിനേറ്റിംഗ് വിൻഡ് ഡയറക്ഷൻ ആണ്. ക്രോസ് വിൻഡ് കമ്പോണന്റ് പറയണം, ഏരിയ നിങ്ങൾ പറയണം. ഓക്കെ അല്ലേ? യെസ്, വിസിബിലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് പറയണം. ഇതൊക്കെയാണ് ഇത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള വിൻഡ്രോസ് ഡയഗ്രാംസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ലെറ്റ്സ് മൂവ് ടു ദ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ് നമ്മുടെ? യെസ്, വാട്ട് ഈസ് മെൻ ബൈ റൺവേ ഓറിയന്റേഷൻ നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? എക്സ്പ്ലെയിൻ എനി വൺ മെത്തേഡ് ഓഫ് ഓറിയന്റേഷൻ ഓഫ് റൺവേ ആണ്. സോ റൺവേ ഓറിയന്റേഷൻ എന്താണെന്ന് പറഞ്ഞു, അവിടുത്തെ വിൻഡിനെയും അവിടുത്തെ ക്രോസ് വിൻഡ് കമ്പോണന്റ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് മെയിൻലി വിൻഡ് ഡാറ്റ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റൺവേനെ ഓറിയന്റ് ചെയ്യാം. സോ അവിടെ അടുത്ത പാർട്ട് ക്വസ്റ്റ്യൻ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത പാർട്ട് എങ്ങനെയാണ്? എക്സ്പ്ലെയിൻ എനി വൺ മെത്തേഡ് ആണ്, ഏതെങ്കിലും ഒരു മെത്തേഡാണ്. ഏതാണ് മെത്തേഡ്? നമ്മൾ വിൻഡ്രോസ് ഡയഗ്രാം വെച്ചിട്ടാണ് ഒരു സ്ഥലത്തെ റൺവേ ഓറിയന്റ് ചെയ്യാൻ പോകുന്നത് അല്ലേ. സോ രണ്ട് ടൈപ്പ് നമുക്ക് വിൻഡ്രോസ് ഡയഗ്രാം അവൈലബിൾ ആണ്. നമുക്ക് വിൻഡ്രോസ് ഡയഗ്രാം ടൈപ്പ് 1 വെച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻ പറയാം, ടൈപ്പ് 2 വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, സോ ടൈപ്പ് 1 നോക്കിയേ, വിൻഡ്രോസ് ഡയഗ്രാം. എന്താണ് വിൻഡ്രോസ്? ഇറ്റ് ഈസ് എ വിൻഡ് ഡാറ്റ കളക്ടഡ് ടു 5 to 10 years per റിക്വയർഡ് ആണ്. വിൻഡ്രോസ് ഡയഗ്രത്തിലാണ് നമുക്ക് എന്ത് കിട്ടുക? ഡ്യൂറേഷൻ, ഡയറക്ഷൻ, ഇന്റൻസിറ്റി എല്ലാം കിട്ടുന്നത്. ദിസ് വിൻഡ് ഡാറ്റ റെപ്രസെന്റഡ് ഗ്രാഫിക്കലി ഇൻ ദ ഫോം ഓഫ് എ ചാർട്ട് നോൺ ആസ് വിൻഡ്രോസ്. Based on this, orientation of runway is determined. Windrows diagram can be plotted in the following 2 ways.
രണ്ട് ടൈപ്പ് വിൻഡ്രോസ് ഡയഗ്രാം ഉണ്ട് അല്ലേ, എന്തൊക്കെ ഡാറ്റ തരുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. അഥവാ ഡയറക്ഷനും ഡ്യൂറേഷനും മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനെ ടൈപ്പ് 1 വിൻഡ്രോസ് ഡയഗ്രാം എന്ന് പറയും. ഇനി അതല്ല, ഡയറക്ഷൻ ഉണ്ട്, ഡ്യൂറേഷൻ ഉണ്ട്, ഇന്റൻസിറ്റിയും ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ടൈപ്പ് 2 വിൻഡ്രോസ് ഡയഗ്രാം എന്ന് പറയും. ഓക്കെ, ഈസി ഏതാണ് നമുക്ക് കൂടുതലും ടൈപ്പ് 1 ആണ്. നോക്കിയേ, കുറെ എന്താണ് കോൺസെൻട്രിക് സർക്കിൾസ് അവൈലബിൾ ആണ്, അതേപോലെ ഒരുപാട് റേഡിയൽ ലൈൻസും അവൈലബിൾ ആണ്. ഈ കോൺസെൻട്രിക് സർക്കിൾസ് എന്താ പറയുന്നത്, ദീസ് ആർ ഇൻഡിക്കേറ്റിംഗ് ഈച്ച് സർക്കിൾ റെപ്രസെന്റ്സ് ഡ്യൂറേഷൻ ഓഫ് ദ വിൻഡ് ആണ്. നിങ്ങൾ കണ്ടില്ലേ ഇവിടെ 3, 6, 9, 12 എന്ന് എഴുതി കണ്ടില്ലേ, ദാറ്റ് ഈസ് 3 മണിക്കൂർ 2 മണിക്കൂർ അല്ലെങ്കിൽ ടൈം ഡിഫറൻസ് ഉണ്ടാവും. ഡ്യൂറേഷൻ ആണ് പറയുന്നത്. സോ ഇത്ര ഡ്യൂറേഷനിൽ ഇത്ര വിൻഡ് ആക്ട് ചെയ്യുന്നുണ്ട്. റേഡിയൽ ഡയറക്ഷൻ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് ദ വിൻഡ് ആണ്. ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ഡയറക്ഷൻ ഓഫ് ദ വിൻഡ് ആണ്. സോ നോക്കിയേ, അതാണ് ആദ്യത്തെ എഴുതുന്ന പോയിന്റ്. ഓക്കെ, ടൈപ്പ് 1 വിൻഡ് ഡയറക്ഷനിൽ ദ റേഡിയൽ ലൈൻ ഇൻഡിക്കേറ്റ്സ് വിൻഡ് ഡയറക്ഷൻ, ഈ സർക്കിൾ റെപ്രസെന്റ്സ് ഡ്യൂറേഷൻ ഓഫ് ദ വിൻഡ്. നിങ്ങൾ ഈ ഫിഗർ വരയ്ക്കണം, നിർബന്ധമാണ്. ഓക്കെ അല്ലേ. Then the total percentage of the wind blowing in each direction is marked on the corresponding direction and joined. So നമുക്ക് എന്താ അറിയാൻ പറ്റും, ഓരോ ഡയറക്ഷനിലേക്കുള്ള വിൻഡ് ഡ്യൂറേഷൻ നമുക്ക് അറിയാൻ പറ്റും അല്ലേ. സോ ലെറ്റ്സ് സേ ഇതെന്താണ്, വെസ്റ്റ് നോർത്ത് വെസ്റ്റ് ആണ്, അതായത് വെസ്റ്റിന് അടുത്തുള്ള നോർത്ത് ഡയറക്ഷൻ അവിടെ എത്രയാണ്, ഇത്ര വാല്യൂ ആണ്. ദെൻ ഇവിടുത്തെ ഇത്ര വാല്യൂ ആണ്, ഇത്ര വാല്യൂ ആണ്, ഇത്ര വാല്യൂ ആണ്. ഓരോ ഡയറക്ഷനിലേക്കും എത്ര ഡ്യൂറേഷനിൽ വിൻഡ് ആക്ട് ചെയ്യുന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ നോക്കിയാൽ അതിനനുസരിച്ചൊരു ഫിഗർ ഇവിടെ ഫോം ചെയ്യും. ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ പിന്നെ വിൻഡ്രോസ് ഡയഗ്രത്തിൽ നിങ്ങൾ നോക്കിയതാ ഇത്തരത്തിലുള്ളൊരു നമുക്ക് ഷേപ്പാണ് കിട്ടിയിരിക്കുന്നത്, വിൻഡ്രോസ് ഡയഗ്രാം കിട്ടിയിരിക്കുന്നത്. ഇവിടുത്തെ വിൻഡ് നാച്ചുറൽ ഇത്തരത്തിലുള്ള ഷേപ്പാണ്. സോ നമ്മൾ നോക്കിയേ, ഇവിടെ ഇതാണ് പോയിന്റ് എ ആൻഡ് പോയിന്റ് ബി. ഈ പോയിന്റ് എ ടു ബി ആണ് എന്ത് പറയുന്നത്, ഏറ്റവും ഇന്റൻസിറ്റിയോട് കൂടി ഈ ഡയറക്ഷനിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, കൂടുതൽ ഡ്യൂറേഷനിലേക്ക് നമുക്ക് വിൻഡ് കിട്ടുന്നത്. സോ നമ്മൾ ആ ഒരു ഏരിയയിൽ ഏത് ഡയറക്ഷനിലാണ്, വെസ്റ്റ് നോർത്ത് വെസ്റ്റ്, ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന ഡയറക്ഷനിലായിരിക്കും നമ്മുടെ റൺവേയുടെ ഓറിയന്റേഷൻ ഉണ്ടാവുക. ക്ലിയർ അല്ലേ? യെസ്, ബെസ്റ്റ് ഡയറക്ഷൻ ഓഫ് റൺവേ ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ ലോങ്സ്റ്റ് ലൈൻ ഓൺ ദ വിൻഡ്രോസ് ഡയഗ്രാം എന്ന് പറയുന്ന ഡയലോഗ് എഴുതാൻ മറന്നു പോകരുത്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്തെങ്കിലും ഒരു ഷേപ്പ് വരയ്ക്കുക, നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരുപാട് കോൺസെൻട്രിക് സർക്കിൾ വരയ്ക്കുക, ഒരുപാട് റേഡിയൽ ലൈൻസ് വരയ്ക്കുക, എന്നിട്ട് എന്തെങ്കിലും ഒരു ഷേപ്പ്, ഒരു എന്താണ് ഇറഗുലർ ഷേപ്പ് വരച്ചിട്ട് അതിൽ ഏറ്റവും ലോങ്സ്റ്റ് ലൈൻ ഏതാണോ നിങ്ങൾ കണക്ട് ചെയ്യുന്നത് ആ ഷേപ്പിലെ ആ ഡയറക്ഷനിലായിരിക്കും നമ്മുടെ റൺവേ ഓറിയന്റ് ഉണ്ടാവുക. ഓക്കെ, എക്സാമിന് അങ്ങനെ വരച്ചാൽ മതി. ഇൻ ദ ഗിവൺ ഡയഗ്രാം, യെസ് അതാണ് പറഞ്ഞത്, W and W, അതായത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ്. എന്താണ് വെസ്റ്റ് നോർത്ത് വെസ്റ്റ്? വെസ്റ്റിനടുത്തുള്ള നോർത്ത് സൈഡ്. നോക്കിയേ, നോർത്ത് വെസ്റ്റ് ഉണ്ട്, നോർത്ത് വെസ്റ്റ് ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? നോർത്ത് വെസ്റ്റ് എന്ന് പറയുമ്പോൾ നോർത്തിന്റെ അടുത്തുള്ള വെസ്റ്റ് സൈഡ് ആണ്. നോർത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ നോർത്തിനും വെസ്റ്റിനും ഇടയിലുള്ള നോർത്ത് വെസ്റ്റ് ആണ്. വെസ്റ്റ് നോർത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ വെസ്റ്റിനടുത്തുള്ള നോർത്ത് സൈഡ് ആണ്. ദിസ് ടൈപ്പ് ഡസ് നോട്ട് കൺസിഡർ എഫക്ട് ഓഫ് ക്രോസ് വിൻഡ് കമ്പോണന്റ്. അതാണ് ഇതിന്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ടൈപ്പ് 2 എന്തുണ്ട്, ക്രോസ് വിൻഡ് കമ്പോണന്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ? സോ ഇനി വൺ മെത്തേഡ് ആണ് അവർ എന്ത് പറഞ്ഞത്, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, ടു ഫൈൻഡ് ഔട്ട് റൺവേ ഓറിയന്റേഷൻ. ക്ലിയർ അല്ലേ? അതാണ് 19 എ പാർട്ട് എന്ന് പറയുന്നത്. ഇനി വി ആർ മൂവിംഗ് ടു ദ ബി പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ ആണ്. ഇനി ബി പാർട്ടിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. നോക്കിയേ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡർ ഇൻ ദ സെലക്ഷൻ ഓഫ് സൈറ്റ് ഓഫ് എൻ എയർപോർട്ട് ആണ്. ഇത് വളരെ കോമൺ ആയിട്ട് പക്ക തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണിത്. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റുകൾ, നിങ്ങൾ പല ടെക്സ്റ്റുകളിലും വായിക്കുന്ന പോയിന്റുകൾ, അതെന്ത് ചെയ്യണം, ഇലാബറേറ്റ് ചെയ്ത് എഴുതണം. ഓക്കെ അല്ലേ? പല കാര്യങ്ങളും നമുക്ക് ഓർത്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ അതിനെ എന്താണ് ഒരു തരത്തിൽ എന്ത് ചെയ്യണം, നമ്മുടെ കയ്യിൽ നിന്നിടുന്ന കുറച്ച് പോയിന്റ് കൂടി ഉണ്ടാവും. ഓക്കെ അല്ലേ? സോ പോയിന്റുകൾ എഴുതുക, പ്രോപ്പറായിട്ട് പാരഗ്രാഫ് ആക്കി എഴുതരുത്, ഇങ്ങനെ തന്നെ പോയിന്റുകളാക്കി എഴുതുക. ഈ മെയിൻ ഹെഡിങ്ങൾ ഒരു 9 പോയിന്റ് 11 പോയിന്റ് 9 പോയിന്റ് എടുത്ത് നമുക്ക് മെയിൻ ഹെഡിങ്സ് ഉണ്ട്. അതിൽ എന്തെങ്കിലും ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ എഴുതാൻ പറ്റുന്ന രീതിയിൽ ടെക്സ്റ്റുകളിൽ നിന്നും അത് ഓർത്ത് വായിക്കുക. ഓക്കെ അല്ലേ? നോക്കിയാൽ ഇവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എയർപോർട്ട് സൈറ്റ് സെലക്ഷൻ, ഫസ്റ്റ് വൺ എന്താണ്, അവിടുത്തെ റീജിയണൽ പ്ലാനിനെ ഡിപ്പെൻഡ് ചെയ്യും. ഷുഡ് സ്യൂട്ട് ഫോർ ദ റീജിയണൽ റിക്വയർമെന്റ് ഓഫ് ദ എയർപോർട്ട് അല്ലെ. അതിന്റെ ബാക്കിയെല്ലാം നിയർ ബൈ ആക്സസുകളും അവിടെ സ്ഥലം ഇഷ്ടംപോലെ അവൈലബിൾ ആവണം അല്ലെ. ആൻഡ് മുകളിലുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് എന്താണ് ക്ലിയർ ആണ്. ഓക്കെ, എയർപോർട്ട് യൂസ് ആണ് രണ്ടാമത്തെ ഫാക്ടർ. എന്താണ്? എയർപോർട്ട് യൂസ് ആണ്. വെദർ ഫോർ സിവിലിയൻസ് ഓർ മിലിറ്ററി ഓപ്പറേഷൻസ്. ഓക്കെ അല്ലേ? എന്താണ് അതിന്റെ ഉദ്ദേശം എന്നുള്ളത്. ദെൻ സൈറ്റ് സെലക്ടഡ് ഷുഡ് ബി സച്ച് ദാറ്റ് it should give natural protection to the area from air raids. This is important for airport in compact region. എന്ന് വെച്ചാൽ അത്തരത്തിലുള്ള മിലിറ്ററി യൂസ് ആണെങ്കിൽ. If site contains bushes, the planes can be hidden by the underground installation. That is military purpose ആണ്. So യൂസിനനുസരിച്ചുള്ള അതിന്റെ ഉദ്ദേശം കൂടിയ ഫാക്ടർ ആണ്. Then proximity to other location accessibility. റെയിൽവേ സ്റ്റേഷൻ അടുത്താണ്, ബസ് ടെർമിനൽ അടുത്താണ്, ഓട്ടോ സ്റ്റാൻഡ് അടുത്താണ്. ഇത്തരത്തിലുള്ള പോയിന്റുകൾ എന്താണ്? യെസ്, ഇമ്പോർട്ടന്റ്. മെട്രോ അടുത്താണ്. നോക്കിയേ, proximity to other location accessibility. Site selected for a new airport should not interfere with the operation in the existing of the airport. This depends upon the volume of traffic, type of aircraft and type of air control system, and should be nearly readily accessible with adequate transportation available. അല്ലെ, മറ്റുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസുമായിട്ട്
അടുത്തായിരിക്കണം. അല്ല, നമ്മൾ ഡൽഹി എയർപോർട്ട് നോക്കുകയാണെങ്കിൽ 3 എയർപോർട്ടാണ് ഡൽഹിയിലുള്ളത്. അതിൽ നിസാമുദ്ദീൻ സ്റ്റേഷൻ അടുത്താണ് ഇന്ദിരാഗാന്ധി എയർപോർട്ട് ഉള്ളത് അല്ലേ. ഇറ്റ് ഈസ് വെരി ആക്സസിബിൾ ആണ്. നെക്സ്റ്റ് നോക്കിയേ, ടോപ്പോഗ്രാഫിക്കൽ കണ്ടീഷൻസ് നോക്കിയേ. യെസ്, എ റേസ്ഡ് ഗ്രൗണ്ട് ഈസ് ദ ഐഡിയൽ സൈറ്റ് ഫോർ എൻ എയർപോർട്ട്. കാരണം നമുക്ക് ഈസിലി ആക്സസിബിൾ ആയിരിക്കും എയർക്രാഫ്റ്റിന്. ഓക്കെ അല്ലേ. ലെസ് ഒബ്സ്ട്രക്ഷൻ ഇൻ ദ അപ്രോച്ച് സോൺ, മോർ യൂണിഫോം വിൻഡ് ആയിരിക്കും. നാച്ചുറൽ ഡ്രെയിനേജ്, ഹൈ ഗ്രൗണ്ട് ആണെങ്കിൽ നാച്ചുറൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡ്രെയിനേജ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ബെറ്റർ വിസിബിലിറ്റി ഡ്യൂ ടു ലെസ് ഫോഗ് ആണ് അല്ലേ. സോ ഇതാണ് ഹൈ ടോപ്പോഗ്രാഫിക്കൽ കണ്ടീഷൻ. ഈ ഹെഡിങ് ഓർത്തിരിക്കണം, ബാക്കി നിങ്ങൾ കയ്യിൽ നിന്നുള്ള അല്ലെ ആ പോയിന്റുകൾ ഓർത്താൽ മതി. വിൻഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലെ, സൈറ്റ് സെലക്ഷന് വിൻഡ് ഇമ്പോർട്ടൻ്റ് ആണ്. Runway should be so selected that the direction of wind is parallel to the direction of the landing and takeoff. അല്ലെങ്കിൽ എങ്ങനെയാണോ വിൻഡ് ഉള്ളത് അതിന് ഡയറക്ഷൻ ആയിട്ടായിരിക്കും നമ്മുടെ റൺവേ ഉണ്ടാവുക അല്ലെ. തിരിച്ചങ്ങനെയാണ് പറയേണ്ടത്. ശരിക്കും വിൻഡ് എങ്ങനെയാണോ അതിന് പാരലൽ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, റൺവേ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. During takeoff, this provides greater lift on the wings of the aircraft and shorter length on the runway. That is good. During landing, the head wind provides braking effect and aircraft come to rest in the smaller length of the runway. Hence, wind data is the direction, intensity, duration should be collected and studied at least for a period of 5 years. അതായത് Windrows diagram. So, wind data very important ആണ്. അഞ്ചാമത്തെ പോയിന്റ്. ആറാമത്തെ പോയിന്റ് വിസിബിലിറ്റി അല്ലെ. The site selected is free from fog, smoke like industrial areas. So, അത്തരത്തിലുള്ള ഏരിയകളിൽ നമുക്ക് എയർപോർട്ട് സൈറ്റ് സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഏഴാമത്തെ നോക്കിയേ, പ്രസൻസ് ഓഫ് ഒബ്സ്ട്രക്ഷൻ ആണ്. പ്രസൻസ് ഓഫ് ഒബ്സ്ട്രക്ഷൻ എന്ന് വെച്ചാൽ ദ അപ്രോച്ച് സോൺസ്, അതായത് എയർപോർട്ടിലേക്ക് എത്തുന്ന ആ ഒരു അപ്രോച്ച് ഏരിയ provided on the either side of the runway of the aircraft safely gain or lose altitude ആണ്. The area should be kept free from obstruction like fences, trees, pole lines, buildings and other natural or man-made objects. The future growth can be comfortably controlled by the zoning laws ആണ്. So അതും കൂടി മനസ്സിൽ കണ്ടുകൊണ്ട് വേണം അല്ലെ, ഫ്യൂച്ചർ ഡെവലപ്മെന്റ് കൂടി. അതാണ് പ്രസൻസ് ഓഫ് ഒബ്സ്ട്രക്ഷൻ ആണ് ഏഴാമത്തെ ടോപ്പിക്. ഈ ഇൻഡിവിജ്വൽ ഹെഡിങ് ഇമ്പോർട്ടൻ്റ് ആണ്. എട്ടാമത്തെ പോയിന്റ് സോയിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. The ground profile determines the shape of the airport and pattern of the drainage system. Site with higher water table require costlier subsoil drainage. അല്ലെ, തീർച്ചയായിട്ടും. The most suitable type of soil is like pervious material like gravel and sand combined with natural binders ആണ്. ക്ലിയർ അല്ലേ. ടെക്സ്റ്റിലെ പോയിന്റുകളാണ് നോക്കിയാൽ 3 പോയിന്റുകൾ, 11 പോയിന്റാണ് നമുക്ക് ടോട്ടലി പറയാനുള്ളത് ഇൻ ദ സൈറ്റ് സെലക്ഷൻ. ഈ 11 ഹെഡിങ് പോയിന്റ് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ. യെസ്, ഫ്യൂച്ചർ ഡെവലപ്മെന്റ് അത് നമ്മൾ നേരത്തെ പറഞ്ഞു. Assuming that air traffic is going to increase in the future, more runway may be needed along the facilities for passenger cargo and aircraft. Hence, larger area is to be acquired initially. അല്ലെ, ഫർദർ ഡെവലപ്മെന്റിന് വേണ്ടി മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ. സോ 9ാമത്തെ പോയിന്റ്, അവൈലബിലിറ്റി ഓഫ് യൂട്ടിലിറ്റി ഫെസിലിറ്റീസ് ലൈക്ക് വാട്ടർ സപ്ലൈ, സീവേജ് ആൻഡ് ഇലക്ട്രിസിറ്റി. യെസ്, അതും നമ്മൾ സൈറ്റ് സെലക്ഷനെ എഫക്ട് ചെയ്യുന്ന പാർട്ടാണ്. എക്കണോമിക് കൺസിഡറേഷൻ, ഇതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് അല്ലെ കണ്ടമാനം പൈസ മുടക്കാൻ പറ്റുമോ? ഇല്ല, ഇതൊക്കെ ഓക്കെ ആയിക്കൊണ്ട് എക്കണോമിക്കും ആയിരിക്കണം. It should include land clearing and grading of land, drainage, removal of hazardous paving, lighting, construction of buildings, road, parking areas, landing system. Site which is economical should be preferred. അല്ലെ, എല്ലാം ഉണ്ട്, പക്ഷെ കാശ് വാങ്ങുമ്പോൾ കൂടുതലാണെങ്കിലോ അതിൽ കാര്യമില്ല. ഓക്കെ അല്ലേ, അതിൽ നമുക്ക് വലിയ കാര്യമുള്ള കേസല്ല. ഈ സാർ ഓക്കെ, യെസ്, ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. യെസ്, ക്ലിയർ അല്ലേ. സോ ഇതാണ് സൈറ്റ് സെലക്ഷന് വേണ്ടി ചോദിച്ചിരിക്കുന്ന പോയിന്റ്. അതായത് 19ാമത്തെ ക്വസ്റ്റിൻ്റെ ബി പാർട്ടാണ് ചെയ്തത്. 19ാമത്തെ ക്വസ്റ്റിൻ്റെ ബി പാർട്ടാണ് നമ്മൾ ചെയ്തത്. നെക്സ്റ്റ് നോക്കിയേ, ക്വസ്റ്റ്യൻ നമ്പർ 20 നോക്കിയേ. ക്വസ്റ്റ്യൻ നമ്പർ 20, ഡിഫൈൻ ദ ബേസിക് റൺവേ ലെങ്ത് ആൻഡ് ഡിസ്കസ് വേരിയസ് കേസസ് കൺസിഡർ ഫോർ ദ എസ്റ്റിമേഷൻ ഓഫ് ബേസിക് റൺവേ ലെങ്ത് ആണ്. ഇതാണ് നമുക്ക് അല്ലെ അതിൻ്റെ ബേസ്ഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഈ പറഞ്ഞ എ പാർട്ടിൻ്റെ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. റൺവേ ലെങ്ത് റിക്വയർഡ് ആണ് ചോദിച്ചിരിക്കുന്നത്, ന്യൂമറിക്കലാണ്. രണ്ടും 7 മാർക്കാണ്. സോ റൺവേ ലെങ്ത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൽ ബേസിക് റൺവേ ലെങ്ത്തിൻ്റെ ഡിസൈനിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്കസ് വേരിയസ് കേസസ് ആണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയാൽ 3 കേസസ് ഉണ്ട് നമുക്കറിയാം. വേരിയസ് കേസസ് കൺസിഡർഡ് ഫോർ ദ എസ്റ്റിമേഷൻ ഓഫ് എ ബേസിക് റൺവേ ലെങ്ത്. സോ 3 കേസസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫിഗർ വരയ്ക്കുന്നത് നല്ലതാണ്. ബേസിക് റൺവേ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണോ? യെസ്, ബേസിക് റൺവേ ലെങ്ത് ഇസ് എ ലെങ്ത് ഓഫ് ദ റൺവേ ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് അസ്യൂംഡ് കണ്ടീഷൻസ്. ഈ കണ്ടീഷൻസിനെ അടിസ്ഥാനമാക്കി നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ലെങ്ത് ആണ് ബേസിക് റൺവേ ലെങ്ത് എന്ന് പറയുന്നത് അല്ലെ. ബേസിക് റൺവേ ലെങ്ത്, അതിന്റെ മുകളിൽ നമ്മൾ ഒരുപാട് കറക്ഷൻസ് അപ്ലൈ ചെയ്യും. അത് മറ്റൊരു കാര്യം നമുക്കറിയാം. ഏതൊക്കെയാണോ ഐഡിയൽ കണ്ടീഷൻസ് പറയുന്നത്? നോ വിൻഡ് ഈസ് ബ്ലോയിങ് ഓൺ ദ റൺവേ. ഓക്കെ, ദെൻ എയർക്രാഫ്റ്റ് അല്ലെ, ഫോളോയിങ് അസ്യൂംഡ് കണ്ടീഷൻസ് ആണ്. എയർക്രാഫ്റ്റ് ലോഡഡ് ടു ഇറ്റ്സ് ഫുൾ കപ്പാസിറ്റി എന്ന് അസ്യൂം ചെയ്തുകൊണ്ടാണ്. എയർപോർട്ട് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് സീ ലെവൽ എന്ന് അസ്യൂം ചെയ്തുകൊണ്ടാണ്. നോ വിൻഡ് ബ്ലോയിങ് ഓൺ ദ വേ ടു ഡെസ്റ്റിനേഷൻ. ഓക്കെ, the runway is leveled in the longitude direction, that is effective gradient is 0. ഇതാണ് ഐഡിയൽ കണ്ടീഷൻ ആണ് പറയുന്നത്. And standard temperature along the runway
ആൻഡ് എൻ റൂട്ട് ഈസ് 15 ഡിഗ്രി സെൽഷ്യസ് ആണ്. പക്ഷെ അങ്ങനെ ഉണ്ടാവാറുണ്ടോ? ഇല്ല. ഇതെല്ലാം അസ്യൂംഡ് ഐഡിയൽ കണ്ടീഷൻസ് ആണ്. അതിനെയൊക്കെ അടിസ്ഥാനമാക്കി ഡിസൈൻ ചെയ്യുന്ന റൺവേയാണ് ബേസിക് റൺവേ ലെങ്ത് എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ ആയിരിക്കില്ല. അവിടെ ഗ്രേഡിയന്റ് ഉണ്ടാവും, അവിടെ വിൻഡ് ആക്ട് ചെയ്യുന്നുണ്ടാവും, അവിടെ ടെമ്പറേച്ചർ വ്യത്യാസം ഉണ്ടാവും, അവിടെ സീ ലെവൽ വ്യത്യാസം ഉണ്ടാവും. ഇതാണ് ബേസിക് ഐഡിയൽ കണ്ടീഷൻ. ഈ ഐഡിയൽ കണ്ടീഷനെ അടിസ്ഥാനമാക്കി ഡിസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന റൺവേ ആണ് ബേസിക് റൺവേ ലെങ്ത്. അതിന്റെ മുകളിൽ പല കറക്ഷൻസും വരും. ഓക്കെ, നമുക്കറിയാം. ഇതാണ് ബേസിക് റൺവേ ലെങ്ത്. നൗ ഡിഫറെന്റ് കേസസ് ഏതാണ്? ബേസിക് റൺവേ ലെങ്ത് ഈസ് ഗിവൺ ബേസ്ഡ് ഓൺ 3 കേസസ് ആണ്. 3 എന്ന് പറയുന്ന പോയിന്റ് നിങ്ങൾ എഴുതണം, ആദ്യം ലിസ്റ്റ് ചെയ്യുക അവരൊക്കെ. ആൻഡ് ദ ലോങ്സ്റ്റ് വൺ എമംഗ് ദ ഏരിയസ് കൺസിഡർഡ്, അല്ലെ? ഈ ഇതിലുണ്ടാവുന്ന ഈ കേസസിലെ ഏതാണോ ലോങ്സ്റ്റ് വരുന്നത് അതിനെയാണ് നമ്മൾ ബേസിക് റൺവേ ലെങ്ത് ആയിട്ട് എടുക്കുന്നത്. ഏതൊക്കെയാണ് കേസസ്? ഒന്ന്, നോർമൽ ആയിട്ടുള്ള ലാൻഡിംഗ് സംഭവിക്കുന്ന അവസ്ഥയാണ്. എയർക്രാഫ്റ്റ് ഷുഡ് കം ടു സ്റ്റോപ്പ് വിത്തിൻ, നോക്കിയേ ഇത് എഴുതണേ, 60% ഓഫ് ദ ലാൻഡിംഗ് ഡിസ്റ്റൻസ് assuming that the pilot makes an approach at a proper speed and crosses the threshold of runway at a height of 15 meter ആണ്. പൈലറ്റ് 15 മീറ്റർ എന്ന് പറയുന്ന ത്രെഷോൾഡ് ഹൈറ്റിൽ നിന്നും വന്ന് ലാൻഡ് ചെയ്യാണ്. ആൻഡ് he should be able to come to stop within 60% of the landing distance ആണ്. 50% of the landing distance ആണ്. സോ ലാൻഡിംഗ് ഡിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്ത് ഇത്രയാണ്. അതിന്റെ 60% ഡിസ്റ്റൻസിൽ അതിന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റണം. assuming that he is able to see the runway at a height of threshold height of എത്രയാണ്? യെസ്, threshold height of എത്രയാണ്? 15 മീറ്റർ ആണ്. ഈ ഡെഫിനിഷൻ എഴുതണം, ഈ ഫിഗർ വരയ്ക്കണം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് കേസ്. രണ്ടാമത്തത് നോർമൽ ടേക്ക് ഓഫ് ആണ്. ഒന്ന് നോർമൽ ലാൻഡിംഗ് പറഞ്ഞു, അടുത്ത നോർമൽ ടേക്ക് ഓഫ് ആണ്. നോക്കിയേ, നീഡ്സ് ക്ലിയർ വേ എക്സ്റ്റെൻഡഡ് ബിയോണ്ട് ദ റൺവേ. ദ ഡിസ്റ്റൻസ് റിക്വയർഡ് ടു റീച്ച് എ ഹൈറ്റ് ഓഫ് 10.5 മീറ്റർ. 10.5 മീറ്റർ ഈസ് 115% ഓഫ് ദ ലിഫ്റ്റ് ഓഫ് ഡിസ്റ്റൻസ് ആണ്. ലിഫ്റ്റ് ഓഫ് ഡിസ്റ്റൻസ് ആണ് എന്ന് വെച്ചാൽ നമ്മൾ അതിനെ LOD എന്ന് പറയും. നോക്കിയേ, ഇതാണ്, അതായത് ഈ ഡിസ്റ്റൻസിലാണ് അല്ലേ, അതായത് റൺവേ തുടങ്ങി ഈ പോയിന്റ് ആണ് ലിഫ്റ്റ് ചെയ്യുന്നത്. റൺവേ തുടങ്ങിയിട്ട് ഈ പോയിന്റ് ആണ് ലിഫ്റ്റ് ചെയ്യുന്നത്. അതിനാണ് ലിഫ്റ്റ് ഓഫ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതിന്റെ 115% ദ ഡിസ്റ്റൻസ് റിക്വയർഡ് ടു റീച്ച് എ ഹൈറ്റ് ഓഫ് 10.5 മീറ്റർ ഈസ് 115% ഓഫ് ദ ലിഫ്റ്റ് ഓഫ് ഡിസ്റ്റൻസ് ആണ്. അതിനാണ് നോർമൽ ടേക്ക് ഓഫ് എന്ന് പറയുന്നത്. ആൻഡ് ടേക്ക് ഓഫ് ഡിസ്റ്റൻസ് TOD ഇൻക്ലൂഡിംഗ് ക്ലിയർ വേ ഈസ് ട്വൈസ് ദ ഡിസ്റ്റൻസ് ഓഫ് 115% ഓഫ് ദ LOD. 115% LODയുടെ ഡബിൾ ഡിസ്റ്റൻസ് ആയിരിക്കണം TOD എന്ന് പറയുന്നത്, അതായത് ടേക്ക് ഓഫ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതിന്റെ പ്ലാൻ വ്യൂ ആണ് താഴെ കാണിച്ചിരിക്കുന്നത്. സൈഡ് വ്യൂ ആണ് നമ്മൾ മിക്കവാറും എക്സാമുകളിൽ വരയ്ക്കേണ്ടത്. ഈ പറയുന്ന ഡിസ്റ്റൻസുകൾ മാർക്ക് ചെയ്യണേ. റൺവേ തുടങ്ങിയത് ലിഫ്റ്റ് ആവുന്ന പോയിന്റ് ആണ് ലിഫ്റ്റ് ഓഫ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതിന്റെ 115% 10.5 മീറ്റർ എന്ന് പറയുന്ന ഹൈറ്റ് അറ്റൈൻ ചെയ്യാൻ പറ്റണം. അതിന് ഡബിൾ ആയിരിക്കണം TOD എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? യെസ്. സോ ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫിഗർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്ലാൻ വ്യൂ വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ അതിന്റെ സൈഡ് വ്യൂ എന്തായാലും കാണിക്കണം. ദെൻ സ്റ്റോപ്പിംഗ് ഇൻ എമർജൻസി ആണ്. എമർജൻസി സിറ്റുവേഷൻ എന്തൊക്കെയാണോ? വാട്ട് ഈസ് എമർജൻസി സിറ്റുവേഷൻസ്? അല്ല, എഞ്ചിൻ ഫെയിലിയർ അങ്ങ് ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അവസ്ഥയാണ്. നോക്കിയേ, ഇൻ കേസ് ഓഫ് എഞ്ചിൻ ഫെയിലിയർ സഫിഷ്യന്റ് ഡിസ്റ്റൻസ് ഷുഡ് ബി അവൈലബിൾ ടു സ്റ്റോപ്പ് ദ എയർപ്ലെയിൻ. എഞ്ചിൻ ഫെയിലിയർ ഉണ്ടാകുന്ന സമയത്ത് അതാണ് സ്റ്റോപ്പിംഗ് ഇൻ എമർജൻസി. ദ ഡിസ്റ്റൻസ് ഈസ് നോൺ ആസ് ആക്സിലറേറ്റ് സ്റ്റോപ്പ് ഡിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ദിസ് മച്ച് ഡിസ്റ്റൻസ്. ഹെൻസ് റൺവേ റിക്വയർഡ് ഐദർ ക്ലിയർ വേ ഓർ സ്റ്റോപ്പ് വേ ഫോർ അബോർട്ടഡ് ടേക്ക് ഓഫ് ഓർ ബോത്ത്. TOD is twice the LOD ആണ്. ഓക്കെ അല്ലേ? സോ ഇതാണ് 3 ഡിഫറെന്റ് കേസസ് ഇൻ ഡിസൈഡിങ് ദ ബേസിക് റൺവേ ലെങ്ത്. സോ ബേസിക് റൺവേ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അസ്യൂംഡ് കണ്ടീഷനെ അടിസ്ഥാനമാക്കി നമ്മൾ പറയപ്പെടുന്ന ലെങ്ത്തിനെയാണ് ബേസിക് റൺവേ ലെങ്ത് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൾസോ ഓൺ ദീസ് 3 ഡിഫറെന്റ് കേസസ് ആണ്. ഇതാണ് 20ാമത്തെ ക്വസ്റ്റിന്റെ പാർട്ട് A എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ലെറ്റ്സ് മൂവ് ടു ദ പാർട്ട് B എന്ന് പറയുന്ന ആ പോർഷനിലേക്ക് നമുക്ക് കടക്കാം. പാർട്ട് ബിയിലേക്ക് നമുക്ക് കടക്കാം. നോക്കിയേ, എന്താണ് പാർട്ട് B എന്ന് പറയുന്നത്? ക്വസ്റ്റ്യൻ ആണ്. പാർട്ട് A നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പാർട്ട് ബിയിലേക്ക് കടക്കാം. റൺവേ ലെങ്ത് റിക്വയർഡ് അറ്റ് ആൻ ഐഡിയൽ കണ്ടീഷൻ ഈസ് 2500 ആണ്. അതായത് ബേസിക് റൺവേ ലെങ്ത് തന്നിട്ടുണ്ട് നമുക്ക്. ബേസിക് റൺവേ ലെങ്ത് ഈസ് ഗിവൺ ടു us. കാൽക്കുലേറ്റ് ദ റൺവേ ലെങ്ത് റിക്വയർഡ് ഫോർ എ റൺവേ ലൊക്കേറ്റഡ് അറ്റ് ആൻ എലിവേഷൻ എത്രയാണ്? 250 മീറ്റർ അബവ് ദ മീൻ സീ ലെവൽ. ദ എയർപോർട്ട് റെഫറൻസ് ടെമ്പറേച്ചർ ഈസ് ഡയറക്ട്ലി ഗിവൺ. കാൽക്കുലേറ്റ് ആവശ്യമില്ല, 18 ഡിഗ്രി സെൽഷ്യസ്. ആൻഡ് ദ റൺവേ ഈസ് ലേഡ് അറ്റ് ആൻ എഫക്റ്റീവ് ഗ്രേഡിയന്റ് ഓഫ് 0.2% ആണ്. ന്യൂമറിക്കൽ ആണ്. നമുക്കറിയാം ബേസിക് റൺവേ ലെങ്തിന്റെ മുകളിൽ നമ്മൾ കറക്ഷൻ ഫോർ എലിവേഷൻ പ്രൊവൈഡ് ചെയ്യും, കറക്ഷൻ ഫോർ ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ അവസാനം കൊടുക്കുന്നതാണ് കറക്ഷൻ ഫോർ ഗ്രേഡിയന്റ് ആണ്. ഇതെല്ലാം സീക്വൻഷ്യലി ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. എല്ലാത്തിനും സ്പെസിഫിക്കേഷൻ ആസ് പെർ ICAO നമുക്ക് അവൈലബിൾ ആണ്. അത് ആദ്യം നമ്മൾ ലിസ്റ്റ് ചെയ്യണം, എന്നിട്ട് നമുക്ക് ഈ ക്വസ്റ്റിലേക്ക് കടക്കാം അല്ലേ? യെസ്. സോ നോക്കിയേ, എന്തൊക്കെയാണ് പറയുന്നത്? പാർട്ട് B ഓഫ് 20B ആണ് പറയുന്നത്. സോ ഇതാണ് ആസ് പെർ ICAO റെക്കമെൻഡേഷൻസ് ആണ്. സോ ആദ്യം നമ്മൾ ബേസിക് റൺവേ ലെങ്തിന്റെ മുകളിൽ നമ്മൾ എന്തോ കറക്ഷൻ അപ്ലൈ ചെയ്യണം നോക്കാം. ഒന്ന് വായിച്ചു നോക്കിയേ. ആസ് പെർ ദ ICAO റെക്കമെൻഡേഷൻ ബേസിക് റൺവേ ലെങ്ത് ഷുഡ് ബി ഇൻക്രീസ്ഡ് അറ്റ് എ റേറ്റ് ഓഫ് 7% per 300 മീറ്റർ റൈസ് ഇൻ എലിവേഷൻ എബവ് മീൻ സീ ലെവൽ ആണ്.
അതാണ് ഫസ്റ്റ് കറക്ഷൻ വരുന്നത്. ദാറ്റ് ഈസ് കറക്ഷൻ ഫോർ ഏതാണ്? എലിവേഷൻ ആണ് അല്ലേ. ആദ്യം നമ്മൾ കറക്ഷൻ ഫോർ എലിവേഷൻ ആണ് കൊടുക്കേണ്ടത്. ബേസിക് റൺവേ ലെങ്തിനെ 7% പെർ 300 മീറ്റർ റൈസ് ഇൻ എലിവേഷൻ അബവ് ദ മീൻ സീ ലെവൽ പ്രൊവൈഡ് ചെയ്യണം. രണ്ടാമത്തെ കറക്ഷൻ എന്താണ്? കറക്ഷൻ ഫോർ ടെമ്പറേച്ചർ ആണ്. സോ ഇത് കഴിഞ്ഞ് കിട്ടുന്ന ലെങ്ത്തിന്റെ മുകളിലാണ് നമ്മൾ കറക്ഷൻ ഫോർ ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്കറിയാം അല്ലേ എന്താണ്? ആഫ്റ്റർ എലിവേഷൻ കറക്ഷൻ എന്നാണ് പറയുന്നത്. is applied, the length is further increased at the rate of 1% for every 1 degree Celsius rise in airport reference temperature above the standard atmospheric temperature. ART calculate ചെയ്യാനുള്ള ഫോർമുല നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. T1 plus T2 divided by T1 plus T2 minus T1 divided by 3. T1 T2 എന്താണെന്ന് നമുക്കറിയാം. And standard temperature എങ്ങനെ കണ്ടുപിടിക്കാം? By this equation 15 degree Celsius minus 6.5 degree Celsius into elevation of the airport divided by 1000 ആണ്. ഓക്കെ അല്ലേ? ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻസ് ആണ്. ഇതാണ് ആദ്യത്തെ രണ്ട് കറക്ഷൻ. ഈ രണ്ട് കറക്ഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് നോക്കാറുണ്ട്? ചെക്ക് ചെയ്യാറുണ്ട് അല്ലേ നമ്മൾ? യെസ്, ടോട്ടൽ കറക്ഷൻ ഫോർ എലിവേഷൻ ആൻഡ് ടെമ്പറേച്ചർ ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ എന്തായിരിക്കണം? 35% ആയിരിക്കണം. ഇതൊക്കെ നമുക്കറിയാം. ഈ ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 35% അല്ലേ. എന്നിട്ടാണ് നമ്മൾ കറക്ഷൻ ഫോർ ഗ്രേഡിന് കൊടുക്കുന്നത്. അതെന്താ പറയുന്നത്? ദ ബേസിക് റൺവേ ലെങ്ത് ആഫ്റ്റർ കറക്റ്റിംഗ് കറക്റ്റഡ് ഫോർ എലിവേഷൻ ആൻഡ് ടെമ്പറേച്ചർ ഷുഡ് ബി ഇൻക്രീസ്ഡ് ബൈ 20% ഫോർ എവറി 1% ഓഫ് ദ എഫക്റ്റീവ് ഗ്രേഡിനാണ്. ഓക്കെ അല്ലേ? യെസ്. ഇനി നമുക്ക് ക്വസ്റ്റിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ് പറയുന്നത്? യെസ്, ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ചു നോക്കിയാൽ നമുക്ക് കറക്റ്റ് ക്ലിയർ ആണ്. ദർ ആർ ലോട്ട്സ് ഓഫ് ഡാറ്റ. ബേസിക് റൺവേ ലെങ്ത് എവറിത്തിങ് ഈസ് ഗിവൺ. ക്വസ്റ്റ്യൻ അവിടെ യെസ്, ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ. ഇതാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം. ഓക്കെ, ഇവിടെ തന്നെ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ അടുത്ത് തന്നെ ചെയ്യാം. സോ ലെറ്റ്സ് ഡു ദിസ് ക്വസ്റ്റ്യൻ. റൺവേ ലെങ്ത് റിക്വയർഡ് അറ്റ് ഐഡിയൽ കണ്ടീഷൻ ഈസ് ബേസിക് എത്രയാണ്? 2500 ആണ്. കാൽക്കുലേറ്റ് ദ റൺവേ ലെങ്ത് റിക്വയർഡ് ഫോർ എൻ എലിവേഷൻ ഓഫ് 2200 മീറ്റർ ആണ്. സോ ഫസ്റ്റ് നമ്മൾ ബേസിക് റൺവേ ലെങ്ത് എഴുതി. നമ്മൾ ബേസിക് റൺവേ ലെങ്ത് ഈസിക്കൽ എത്രയാണ്? 2500 ആണ് അല്ലേ. 2500 മീറ്റർ ആണ്. നമുക്ക് എന്തറിയാം? ഫസ്റ്റ് കറക്ഷൻ ഏതാണ്? കറക്ഷൻ ഫോർ എലിവേഷൻ ആണ്. കറക്ഷൻ ഫോർ എലിവേഷൻ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? എന്താണ് പറയുന്നത്? ദ ബേസിക് റൺവേ ലെങ്ത് ഷുഡ് ബി ഇൻക്രീസ്ഡ് ബൈ എത്രയാണോ? 7% പെർ 300 മീറ്റർ റൈസ് ആണ്. അതായത് ഈസിക്വൽ എന്താണ് വരുന്നത്? നമുക്ക് 7% ഇൻക്രീസ് ചെയ്യണം. എത്ര? ബേസിക് റൺവേ ലെങ്ത് ഷുഡ് ബി ഇൻക്രീസ്ഡ് ബൈ 7% ആണ്. അതാണ് 7/100 എന്ന് ഇരിക്കുന്നത്. ഫോർ എവറി റൈസ് ഇൻ എലിവേഷൻ എത്രയാണോ? 300 മീറ്റർ റൈസ് ഇൻ എലിവേഷൻ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം നമ്മൾ? യെസ്, ഈ പറയുന്ന എലിവേഷൻ കറക്ഷൻ കൊടുക്കണം. ഇവിടെ എലിവേഷൻ എത്രയാണ്? 250 മീറ്റർ ആണ്. ഫോർ എവറി 300 മീറ്റർ റൈസ് ഇൻ എലിവേഷൻ ചെയ്യുമ്പോൾ ബേസിക് റൺവേ ലെങ്ത് 7% കൂടണം. സോ ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ വരിക. ഓക്കെ അല്ലേ? ഇഫ് യു കാൽക്കുലേറ്റ് ദിസ് യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് എത്രയാണ് കിട്ടുക? ഐ തിങ്ക് ഇറ്റ് ഈസ് 145.8 മീറ്റർ എന്ന് കിട്ടും. ഇത് കറക്ഷൻ മാത്രമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് കറക്റ്റഡ് ലെങ്ത് എന്തായിരിക്കും? ദെയർഫോർ സ്റ്റെപ്പ് എഴുതണേ. കറക്റ്റഡ് ലെങ്ത് വിൽ ബി ഈക്വൽ ടു എത്രയായിരിക്കണം? ഇതാണ് കറക്ഷൻ. ബേസിക് റൺവേ ലെങ്ത് 2500 ആണ്. സോ 2500 പ്ലസ് 145.8 ആണ്. സോ ദിസ് വിൽ ബിക്കം ആസ് 2645 ആണ്. 0.8 മീറ്റർ ആണ്. 0.8 മീറ്റർ ആണ്. ഇതാണ് എന്ത്? കറക്ഷൻ ഫോർ എലിവേഷൻ. ഇതാണ് കറക്റ്റഡ് ലെങ്ത് ആഫ്റ്റർ എലിവേഷൻ. ക്ലിയർ അല്ലേ? യെസ്. രണ്ടാമത്തെ നോക്കിയേ, കറക്ഷൻ ഫോർ ടെമ്പറേച്ചർ ആണ്. കറക്ഷൻ ഫോർ ടെമ്പറേച്ചർ ആണ്. CT എന്നാണ് പറയുക അല്ലേ. കറക്ഷൻ ഫോർ ടെമ്പറേച്ചർ CT എന്താണ് പറയുന്നത്? The basic runway length after correction for elevation should be increased by 1% for every 1 degree Celsius rise in ART above standard temperature. ART എത്രയാണ് തന്നിരിക്കുന്നത്? ART ഈക്വൽ എത്രയാണ്? 18 ഡിഗ്രി സെൽഷ്യസ് ആണ്. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്തേ. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യൂ. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ വിൽ ബി ഈക്വൽ ടു യെസ് എത്രയാണ്? 0.0065 അങ്ങനെയല്ലല്ലോ. 15 ഡിഗ്രി സെൽഷ്യസ് മൈനസ് 0.0065 ഇൻറ്റു എന്താണ്? എലിവേഷൻ ആണ് അല്ലേ. ഇൻറ്റു എലിവേഷൻ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ വരിക? 15 ഡിഗ്രി സെൽഷ്യസ് മൈനസ് 0.0065 ഇൻറ്റു എത്രയാണ് എലിവേഷൻ? 250 അല്ലേ. 250 അല്ലേ എലിവേഷൻ? 300 ആണ് എലിവേഷൻ. വാട്ട് ഇസ് എലിവേഷൻ വാല്യൂ? 250 മീറ്റർ ആണ് അല്ലേ. സോ 250 മീറ്റർ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ആൻഡ് ഇഫ് യു കാൽക്കുലേറ്റ് ദിസ് യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് എത്രയാണ് കിട്ടുക? യെസ് വാല്യൂ പറയൂ. 13.37 ഡിഗ്രി സെൽഷ്യസ്. 13.375 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും. അതായത് വാട്ട് ഈസ് ദ റൈസ്? ART 18 ആണ്. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ 13 ആണ്. എത്ര കൂടുതലാണ് അല്ലേ. സോ ഇവിടുന്ന് എബൌട്ട് എത്രയാണ്? 4 something കൂടുതലാണ് അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം? കറക്ഷൻ ഫോർ ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു എത്ര കൂടുതലാണ്? 18 മൈനസ് 13.375 കൂടുതലാണ്. ഇത്രയും കൂടുതലാണ്. 1 ഡിഗ്രി സെൽഷ്യസ് കൂടുമ്പോൾ 1% കറക്ഷൻ കൊടുക്കണം. ഇത്ര കൂടുമ്പോൾ എത്ര കൊടുക്കണം?
അത്രയും പെർസെൻറ്റേജ് ദാറ്റ് ഈസ് 1/100 ഇൻറ്റു എത്രയാണ് പ്രീവിയസ് ലെങ്ത് കിട്ടിയത്? എത്ര കിട്ടിയത്? 2645 അല്ലേ? 2645.8 2645.8 ആണ്. ഇതാണ് കറക്ഷൻ കൊടുക്കേണ്ടത്. ഫോർ എവറി 1 degree Celsius rise in ART above standard temperature 1% correction. അതാണ് 1% 1/100 എന്നിരിക്കുന്നത്. കറക്ഷൻ ഫോർ എലിവേഷൻ ആണ് ഇതിരിക്കുന്നത്. ക്ലിയർ അല്ലേ? If you substitute this, you will get it as 122.4 meter ആണ്. ഇത് കറക്ഷൻ ആണ്. ഇത് കറക്ഷൻ ആണ്. Therefore yes, that is correction. അങ്ങനെയാണെങ്കിൽ corrected length എത്രയായിരിക്കും? Yes, corrected length will be equal to ഇതാണ് corrected length. Therefore corrected length ആണ് will be equal to എത്രയാണ് ചെയ്യേണ്ടത്? 2645.8 plus 122.4 ആണ് ചെയ്യേണ്ടത്. And you will get it as എത്ര കിട്ടിയത്? corrected length for temperature 2768 കിട്ടും. 68.2 മീറ്റർ. ക്ലിയർ അല്ലേ? യെസ്. നമ്മൾ ടോട്ടൽ കറക്ഷൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ കറക്ഷൻ എത്ര ചെക്ക് ചെയ്യണമല്ലേ? ടോട്ടൽ കറക്ഷൻ ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 35% ആയിരിക്കണം. ഓക്കെ. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്താ വരിക? 2000 എത്രയാണ്? 2768.2 മൈനസ് 2500 അതല്ലേ ബേസിക് റൺവേ ലെങ്ത് ഡിവൈഡ് ബൈ 2500 അല്ലേ? ഇത് എഴുതുന്ന മാർക്ക് ഉണ്ട്. ഇത് ഈ സ്റ്റെപ്പ് എഴുതുന്നതിന് ഒരു മാർക്ക് അവൈലബിൾ ആണ്. സോ കറക്ഷൻ കാണിക്കണം. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? ദിസ് വിൽ ഗെറ്റ് ഇറ്റ് ആസ് 10.37% ആണ്. സോ സംഭവം ഓക്കെയാണ്. അല്ലേ? ഇറ്റ് ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ 35%. സോ ചെക്ക് ഓക്കെയാണ്. ഓക്കെ അല്ലേ? ചെക്ക് ഓക്കെയാണ്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് ആണ്. ദാറ്റ് ഈസ് തേർഡ് വിത്ത് കറക്ഷൻ ഫോർ ഗ്രേഡിയൻ്റ് ആണ്. എന്താ ഗ്രേഡിയൻ്റ് പറയുന്നത്? 20% ഇൻക്രീസ് ചെയ്യണം അല്ലേ? ഇറ്റ് ഷുഡ് ബി ദ ബേസിക് റൺവേ the runway length after correcting for temperature and elevation should be increased by 20% for every 1 degree Celsius rise in gradient ആണ്. So every 1% rise in gradient ആണ്. ഇവിടെ എത്രയാണ് ഗ്രേഡിയൻ്റ് റൈസ് ചെയ്യുന്നത്? 0.2% ആണ്. ഓക്കെ അല്ലേ? സോ എന്താണ്? 20% കൂട്ടുക. അതായത് 20/100 ഇൻറ്റു എത്രയാണ് ബേസിക് റൺവേ ലെങ്ത് ലാസ്റ്റ് കിട്ടിയത്? 2768.2 ഇതാണ് കറക്ഷൻ ഫോർ ടെമ്പറേച്ചർ ആൻഡ് എലിവേഷൻ കിട്ടിയത്. അതിൻ്റെ എന്ത് ചെയ്യണം? 20% കൂട്ടണം. ഫോർ എവറി 1% റൈസ് ആണ്. ഇവിടെ എത്ര റൈസ് ചെയ്യുന്നത്? 0.2% ആണ് റൈൻഡ് ചെയ്യുന്നത്. ഓക്കെ. സോ 0.2 ഇട്ടാൽ മതി. 0.2 ക്ലിയർ അല്ലേ? 0.2 ഇട്ടാൽ മതി. ക്ലിയർ അല്ലേ? യെസ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 110.7 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? therefore corrected length എത്രയായിരിക്കും? therefore corrected length will be equal to എന്തായിരിക്കും? 2768.2 plus 110.7 എന്ന് കിട്ടും. 110.7 എന്ന് കിട്ടും. that is equal to 2878.9 മീറ്റർ. 2878.9 മീറ്റർ എന്ന് കിട്ടും. ഇതാണ് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ദിസ് ഇസ് ദ ഫൈനൽ ആൻസർ. ആൻഡ് ഫൈനൽ ആൻസർ എഴുതി അണ്ടർലൈൻ ചെയ്യുന്നതിന് അല്ലേ നമ്മൾ 0.9 ഒഴിവാക്കി നമ്മൾ ഇതിനെ അപ്രോക്സിമേറ്റ് ചെയ്യും. 2879 മീറ്റർ എന്നാണ് ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? ഇത് ഹൈലൈറ്റ് ചെയ്യുക. യു വിൽ ഗെറ്റ് എ ഫുൾ മാർക്ക്. സോ എല്ലാ സ്റ്റെപ്സും എഴുതണം. കറക്ഷൻ കാണിക്കണം. ഓക്കെ. ചെക്ക് ഓക്കെ കാണിക്കണം. യെസ്. അതിന് മുമ്പ് നമ്മൾ എല്ലാത്തിൻ്റെയും എന്ത് പറഞ്ഞിട്ടുണ്ട്? ICAO റെക്കമെൻഡേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ അല്ലേ? യെസ്. സോ ഇതാണ് നമ്മുടെ മൊഡ്യൂൾ 5 ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ലാസ്റ്റ് മൊഡ്യൂളിലെ ലാസ്റ്റ് ക്വസ്റ്റൻ ആണ് നമ്മൾ കഴിഞ്ഞത്. ഓക്കെ അല്ലേ? സോ KTU 2019 സ്കീം പ്രകാരമുള്ള ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൻ്റെ സൊല്യൂഷൻ പ്രോഗ്രാമാണ് നമ്മൾ കണ്ടത്. എങ്ങനെ ആൻസർ ചെയ്യണം, എങ്ങനെയൊക്കെ ആൻസർ ചെയ്യുമ്പോഴാണ് മാർക്ക് കിട്ടുന്ന അറിയണം. വാരി വലിച്ച് എഴുതരുത്. വീണ്ടും പറയാണ്, പോയിന്റ് ആക്കി എഴുതുക. ഫോർമുല എഴുതി കഴിഞ്ഞാൽ അതിനെ ബോക്സ് ചെയ്യുക. ഫൈനൽ ആൻസർ ഹൈലൈറ്റ് ചെയ്യുക. അല്ലേ? നിങ്ങളാണ് പേപ്പർ നോക്കുന്നെങ്കിൽ നിങ്ങൾ എത്തരത്തിലായിരിക്കും ആൻസർ പ്രതീക്ഷിക്കുന്നത് അല്ലേ? നിങ്ങൾക്ക് തപ്പി നടക്കാൻ പറ്റുമോ? ക്വസ്റ്റ്യൻ ആൻസർ പേപ്പറിൽ ആൻസർ ഉണ്ടോ എന്ന് നമ്മൾ തപ്പി കണ്ടുപിടിക്കില്ല അല്ലേ? ആൻസർ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻഡിവിജ്വൽ അത് എക്സാം പേപ്പർ അനലൈസ് ചെയ്യുന്ന ആൾക്ക് എളുപ്പമാണ്. സോ മാർക്ക് നമുക്ക് ഈസിലി അവൈലബിൾ ആയിരിക്കും. ഓക്കെ അല്ലേ? സോ ഈ സെഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതേപോലെ മറ്റുള്ള സൊല്യൂഷൻ പ്രോഗ്രാം ആയിട്ട് കാണുന്നവരെ താങ്ക് യു.